തൂലിക ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ സെമിനാർ നടത്തി. ശങ്കരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ജീവിതമാണ് ലഹരി എന്ന സന്ദേശവുമായി സെമിനാർ സംഘടിപ്പിച്ചത്. താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ശങ്കരമംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ജീവിതമാണ് ലഹരി എന്ന സന്ദേശവുമായി തൂലിക ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത്. കരുനാഗപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി വി വിജയകുമാർ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. അല്ലേ, ഞങ്ങളെക്കാൾ നന്നായിട്ട് ഭാഷ ഉപയോഗിക്കുന്നവരാണ്. ഇപ്പോൾ 2-3 മാസം മുമ്പാണ് വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെയുണ്ട് എന്നൊരു 3ാം ക്ലാസ്സുകാരോട് ചോദിച്ചപ്പോൾ ചെക്കൻ പറഞ്ഞു, മന്ത്രി അപ്പൂപ്പൻ പൂക്കിക്കുട്ടനല്ലേ എന്ന് പറഞ്ഞു. വിജയകുമാറിന്റെ മന്ത്രി എങ്ങനെ ചോദിച്ചാൽ 10 മിനിറ്റ് പ്രസംഗിച്ചാൽ എൻ്റെ കാര്യമില്ല. ഒറ്റ വാചകമുണ്ട്, മന്ത്രി അപ്പൂപ്പൻ പൂക്കിക്കുട്ടനല്ലേ എന്നൊരു വാക്ക് ഉപയോഗിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി അടയാളപ്പെടുത്തി. തൊട്ടപ്പുറത്തെ ക്ഷേത്രത്തിൽ നടന്ന ഗാനമേള എങ്ങനെയുണ്ട് മോളെ എന്ന് നിങ്ങൾ ഒരാളോട് ചോദിച്ചാൽ പറയും ഗാനമേള മാസല്ലേ എന്ന് പറയും. ഞങ്ങളതേ പാടിയ ആളിനെ കുറിച്ച്, കേട്ട ആളിനെ കുറിച്ച്, വന്ന ആളിനെ കുറിച്ച്, പോയ ആളിനെ കുറിച്ച് പറഞ്ഞു. അതിൻ്റെയൊന്നും കാര്യമില്ല. നിങ്ങൾക്ക് ഒറ്റ വാക്കിൽ നിങ്ങൾക്ക് ഒരു പുതിയ ആശയത്തെ സൃഷ്ടിക്കാം. PTA പ്രസിഡന്റ് അജന്ത അനൂപ് അധ്യക്ഷത വഹിച്ചു. പ്രഥമാധ്യാപിക എലിസബത്ത് ഉമ്മൻ സ്വാഗതം പറഞ്ഞു. വിമുക്തി കോർഡിനേറ്റർ ഷിഹാസ് എച്ച് ക്ലാസ് നയിച്ചു. അധ്യാപകരായ റോജ സജീവ, രാജേന്ദ്രൻ, TKG തരകൻ, സുഗുണൻ, ലൈബ്രറി രക്ഷാധികാരി അയ്യപ്പൻപിള്ള എന്നിവർ പങ്കെടുത്തു. ഇത് LP സ്കൂളിൽ നിന്ന് പരാതി വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്തായാലും അവിടെ ചെന്നു. യൂണിഫോമിലല്ല, നേരെ മഫ്തിയിലാണ് അവിടെ ചെല്ലുന്നത്. ഈ മഫ്തിയിൽ ചെന്നപ്പോഴും അവിടുത്തെ HMന്റെ ഓഫീസ് റൂമില് ബെഞ്ചില് ഒരു 5 വിദ്യാർത്ഥികളാണ്. LP സ്കൂൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, 1ാം സ്റ്റാൻഡേർഡ്, 2ാം സ്റ്റാൻഡേർഡ്, 3, 4, 4ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ. 4ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയും. നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അനിയന്മാരോ നിങ്ങൾ അനിയത്തിമാരോ കാണും, വെറും പിഞ്ചു കുഞ്ഞുങ്ങളാണ്, കൊച്ചു കുഞ്ഞുങ്ങളാണ്. ഈ 5 വിദ്യാർത്ഥികൾ ഈ ബെഞ്ചിലിരിക്കുകയാണ്. ഞാൻ ടീച്ചറോട്, ടീച്ചർ എന്തായി പിള്ളേരെ പിടിച്ചിട്ടേക്കുന്നത്? സാറേ, ഇവരിൽ നിന്നും പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചു. ആ പുകയില പിടിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ പിടിച്ചിരുത്തിയത്. ന്യൂസ് ബ്യൂറോ, ചവറ.